ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കാറുള്ള ബോണ്ടയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ചായക്കട ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പം നമ്മുടെ ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ 1/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ 4-5 ഏലക്ക കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഈ പഞ്ചസാര നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. അപ്പം ഞാൻ 1/4 കപ്പ് പഞ്ചസാരയ്ക്ക് 1.5 കപ്പ് അളവിൽ മൈദയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു അളവിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കുത്തലില്ലാതെ കറക്റ്റായിട്ടുള്ള മധുരത്തിൽ കിട്ടിക്കോളും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോഡാപ്പൊടിയാണ്. ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോഡാപ്പൊടിയും പഞ്ചസാരയും മൈദയും ഒക്കെ നല്ലതുപോലെ ഒന്ന് ചേർന്ന് വരണം. ഈ സോഡാപ്പൊടിയും പഞ്ചസാരയൊക്കെ ഈ മൈദയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മിക്സായി വരത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യമേ ഒരുപാട് വെള്ളം ചേർത്ത് കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബോണ്ടയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു ബോണ്ടയുടെ കറക്റ്റ് ആയിട്ടുള്ളൊരു പരുവം എന്ന് പറയുന്നത്. ഈ പരുവത്തിൽ വേണം മാവ് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ടാണ് ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ഇതുപോലെ ഒന്ന് മാവ് കയ്യിലെടുത്ത് എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റണം. ഈ ഒരു പരുവത്തിൽ വേണം മാവ് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് അരമണിക്കൂർ ഇതൊന്ന് പുളിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാവ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കയ്യിൽ മാവ് അധികം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഒരല്പം വെള്ളം എടുത്തതിന് ശേഷം നമ്മുടെ വിരൽ വെള്ളത്തിലൊന്ന് മുക്കി വിരൽ നന്നായിട്ടൊന്ന് നനച്ചതിന് ശേഷം മാവ് ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ഈ ബൗളിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ബോണ്ടയ്ക്കുള്ള മാവെല്ലാം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു ബാച്ച് ബോണ്ടയ്ക്കുള്ള മാവൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ബോണ്ടയും ഒരുപോലെ ഒന്ന് കളറായി ഒരുപോലെ ഒന്ന് വെന്ത് കിട്ടും. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എല്ലാ ബോണ്ടയും നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പം നമ്മുടെ ബോണ്ട എല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ മാവിലും ബോണ്ടയൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് എളുപ്പത്തിൽ തന്നെ കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോണ്ടയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.